ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം. കാർത്തിക പൗർണമിയാണ് നാളെ നവംബർ 5-ന്. കാർത്തിക മാസത്തിലെ പൗർണമി ദിനം അത്യന്തം പവിത്രമായ ദിവസങ്ങളിലൊന്നാണ്. ഈ ദിവസം ദേവദീപാവലി എന്ന ഒരു പേരിൽ അറിയപ്പെടും. കാരണം ഈ ദിവസം ദേവന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പുണ്യനദികളിൽ സ്നാനം ചെയ്യും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ കാർത്തിക പൗർണമി ദിവസം നദീസ്നാനവും ദീപദാനവും ഉപവാസവും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഈ പൗരാണികമായിട്ടുള്ള ഇതിന് ഒരു പ്രാധാന്യമുണ്ടല്ലോ, അത് എന്താണെന്ന് നോക്കാം. കാർത്തിക പൗർണമി ത്രിപുരാസുരനെ ശിവൻ വധിച്ച ദിവസം എന്ന നിലയിലും വളരെയധികം പ്രസിദ്ധമാണ്. ത്രിപുരൻ എന്ന അസുരൻ 3 ലോകങ്ങൾ ഭരിച്ചു എന്നത് പുരാണങ്ങളിൽ പറയുന്ന ഒരു കഥയാണ്. ശിവൻ ആ 3 ലോകങ്ങളെയും നശിപ്പിച്ച് ദേവന്മാർക്ക് വിജയം സമ്മാനിച്ചതിൻ്റെ ഓർമ്മയ്ക്കു കൂടിയാണ് ത്രിപുരാരി പൗർണമി എന്ന പേരിലും ഈ ഉത്സവം ആഘോഷിക്കുന്നത്. മാത്രമല്ല ഈ ദിവസം വിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരം സംഭവിച്ചതെന്നും ഒരു വിശ്വാസം കൂടിയുണ്ട്. അതിനാൽ തന്നെ വിഷ്ണു ഭക്തർക്കും ഈ ദിവസം വളരെയധികം ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. അന്നേ ദിവസം എന്തൊക്കെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് നോക്കാം. കാർത്തിക പൗർണമി ദിനത്തിൽ ഭക്തർ പുണ്യനദികളിൽ സ്നാനം ചെയ്യുകയും ദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്നാനം ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവിക അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. വിളക്കുകളൊക്കെ കൊളുത്തി നദികളിലും ക്ഷേത്രങ്ങളിലും വയ്ക്കുന്നത് ഈ ദിവസത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. അതിനാൽ തന്നെ പല സ്ഥലങ്ങളിലും വാഴത്തടികളിൽ വിളക്കുകൾ കത്തിച്ച് നദിയിൽ, അതായത് വാഴപ്പോള, നമ്മൾ പോള എന്ന് പറയുന്ന ആ വാഴപ്പോളകളിൽ വിളക്കുകൾ കത്തിച്ച് നദികളിൽ ഒഴുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഭക്തർ ഈ ദിവസം ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആരാധനകളും ഒക്കെ നടത്താറുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ രാത്രി മുഴുവൻ വിളക്കുകൾ തെളിയിച്ച് ദേവദീപാവലി ആചരിച്ചു പോരുന്നു. കാർത്തിക പൗർണമി ദിവസം ദാനം, ഉപവാസം, സത്സംഗം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഭക്ഷണവും വസ്ത്രവും എള്ളും നെയ്യ്, ദീപങ്ങൾ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് പുണ്യം ലഭിക്കുന്നതിൽ ആ ഒരു അളവ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. ഇനി ചില ദിവസം നിശാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ഈ ദിവസം ചിലരൊക്കെ നിശാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും രാത്രി മുഴുവനും ഭജനയും ധ്യാനവുമായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യും. ഈ പൗർണമി കാർത്തിക നക്ഷത്രത്തിൽ വന്നാൽ അതിനെ മഹാകാർത്തിക പൗർണമി എന്നും വിളിക്കും. ഈ ദിവസത്തെ പൂജകളും ദാനങ്ങളും അനന്തകോടി പുണ്യം നൽകുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഗ്രഹണങ്ങളോ അശുഭയോഗങ്ങളോ ഇല്ലാത്തതിനാൽ തന്നെ ഈ ദിവസം തീർത്ഥാടനവും ക്ഷേത്രവിശേഷങ്ങളും ദീപദാനം എന്നിവയ്ക്കും വളരെ അനുയോജ്യമായ ദിവസമാണ്. ഹിന്ദുക്കൾക്ക് പുറമെ സിഖ് മതത്തിലും ജൈന മതത്തിലുമുള്ള ജനങ്ങൾ ഈ ദിവസം വിശുദ്ധ ദിനമായിട്ട് കണക്കാക്കി ആചരിക്കുന്നു. അതായത് സിഖ് പരമ്പരയിൽ ഗുരുനാനാക്കിൻ്റെ ജന്മദിനം കാർത്തിക പൗർണമിയോടനുബന്ധിച്ചാണ് ആഘോഷിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം എല്ലാവരും തന്നെ ശിവക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തി പ്രത്യേക പൂജകളും ദീപാരാധനകളൊക്കെ നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഭക്തന്മാർക്ക് ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് ഈ കാർത്തിക പൗർണമി എന്ന് പറയുന്ന ദിവസം. അത് കാർത്തിക മാസത്തിലെ, ഇപ്പോൾ കാർത്തിക മാസമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ പൗർണമിയിൽ ആ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ദേവന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ പുണ്യദാനാദി കർമ്മങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ നമുക്കത് എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് ഉത്തമമായ ഒരു മാർഗം സൃഷ്ടിക്കുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.